ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒമ്പതാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന 8 പേർക്ക് ഇന്ന് രാത്രി 10 മണിവരെ കിട്ടിയ വോട്ട് എത്രയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആ വീട്ടിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി അവർക്ക് വോട്ട് ചെയ്യുക. ഏകദേശം 8 പേരോളം ഈ ആഴ്ച എവിക്ഷൻ ലിസ്റ്റുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ്, ഏറ്റവും പിറകിൽ ആരാണെന്ന് വളരെ സൂക്ഷ്മമായ രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കും. ഒന്നാം സ്ഥാനത്തുള്ളത് അനുമോൾ തന്നെയാണ്. അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് 23,400 വോട്ടാണ്. 23,400 വോട്ടുകളെന്ന് പറയുമ്പോൾ ആ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്രേക്ഷക സ്വീകാര്യത ഏറ്റവും കൂടിയ ആൾ അനുമോൾ തന്നെയാണെന്നാണ് അവിടെ വ്യക്തമാകുന്നത്. അനുമോൾക്ക് എതിരാളിയായി രണ്ടാം സ്ഥാനത്തുള്ളത് നൂറയാണ്. നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 17,800 വോട്ടുകളാണ്. നൂറയും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഫാൻ ബേസുള്ള ആളാണ്. അനുമോളുടെ ഗ്യാങ്ങിൽപ്പെടുന്ന ആളാണ്. പുറത്ത് വെച്ച് തന്നെ അത്യാവശ്യം ഫാൻസുള്ള ആളാണ് നൂറ. ഇപ്പം നൂറയ്ക്ക് രണ്ടാം സ്ഥാനം തുടരുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. മൂന്നാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 15,600 വോട്ടാണ്. ലക്ഷ്മിയും ഈ പറഞ്ഞതുപോലെ വന്ന ആദ്യത്തെ ആഴ്ചകളിൽ കാണിച്ച ആ ഒരു ആക്റ്റീവ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാലും അന്നത്തെ ആ ഒരു ഫാൻ ബേസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ലക്ഷ്മി വിജയിച്ചു എന്ന തെളിവാണ് ഇപ്പോൾ കിട്ടിയ വോട്ട്. നാലാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 12,000 വോട്ടാണ്. 12,000 വോട്ടുകളുടെ കൂടിയാണ് ജിസേൽ ഇപ്പോൾ നാലാം സ്ഥാനത്ത് തുടരുന്നത്. ഏകദേശം ഈ പറഞ്ഞതുപോലെ ആര്യനുമായിട്ടുള്ള കോംബോ പിടിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഗെയിം കളിക്കേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ ജിസേൽ എന്തായാലും ഇപ്പോൾ നാലാം സ്ഥാനത്തുണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ള നെവിൻ ജിസേലിന് നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. നെവിൻ്റെ വോട്ട് 11,300 വോട്ടുകളാണ്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നെവിൻ ഒരു എൻ്റർടൈനർ രീതിയിൽ അവിടെയുള്ള പ്രേക്ഷകരെ സ്വാധീനിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആറാം സ്ഥാനത്തുള്ള ആദിലേക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 8,900 വോട്ടാണ്. ആദില ഡേഞ്ചർ സോണിലാണ്. കാര്യം 100 കൂടി ഇത്തവണ എവിക്ഷനി വന്നതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദിൽ അവിടെ നിന്ന് 100യുടെ ഗെയിമിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ആദിലേക്ക് വോട്ട് കുറയാനുള്ള കാര്യം. ഏഴാം സ്ഥാനത്തുള്ള സാബുമാന് കിട്ടിയിരിക്കുന്നത് 8,100 വോട്ടാണ്. സാബുമാൻ ഡേഞ്ചർ സോണിലാണ്. കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. രണ്ടാഴ്ച എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഒരാളാണ് സാബുമാൻ. എന്തായാലും ഈ ആഴ്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് നമ്മുടെ ഒനിയൽ സാബുവാണ്. ഒനിയൽ സാബുവിന് കിട്ടിയിരിക്കുന്ന വോട്ട് 7,680 വോട്ടാണ്. ഒനിയൽ സാബുവും രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് എവിക്ഷനി വരുന്നത്. സ്വാഭാവികമായിട്ടും ഒനിയൽ സാബുവിനേക്കാളും കഴിവുള്ള ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പുറത്തുപോയി. അപ്പോൾ ഈ ആഴ്ച എന്തായാലും ഒനിയൽ സാബു ബിഗ് ബോസ് വീട്ടിലോട്ട് വിട പറയും എന്ന് മനസ്സിലാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള 8 പേരിൽ ഏകദേശം വോട്ടിങ്ങിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അനുമോളും ഏറ്റവും പിറകിൽ നിൽക്കുന്ന 3 പേര് നമ്മുടെ ഒനിയൽ സാബുവും ആകാശ് സാബുമാനും ആദിലയുമാണ്. ഈ 3 പേരിൽ ഒരാളോ ഒന്നിലധികം പേരോ, അതായത് 2 പേരോ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിലോട്ട് വിട പറയാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാര്യം 10ാമത്തെ ആഴ്ച അടുത്തിരിക്കുകയാണ്. ഇനി കളികൾ കുറച്ചുകൂടി ആവേശകരമാവണമെങ്കിൽ അവിടെ നിന്ന് ഓരോ ആളുകളായിട്ട് പോകേണ്ടി വരും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആ വീട്ടിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി അവർക്ക് വോട്ട് ചെയ്ത് അവരെ